ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റേഴ്സും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റേഴ്സിലെ The plants with the red colored leaves cannot prepare food by themselves. Do you agree? Why? ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഈ പ്രസ്താവനയോട്. നോ, I don't agree with the statement. The red colored leaves contain chlorophyll. Plants with the red colored leaves can prepare their own food through photosynthesis due to the presence of chlorophyll. അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം എന്താണ്? ചുവന്ന നിറമുള്ള ഇലകളിൽ എന്തൊന്നുണ്ട്? ഹരിതകം അടങ്ങിയിട്ടുണ്ട്. ചുവന്ന നിറമുള്ള ഇലകളുള്ള ചെടികൾക്ക് ഹരിതകം ഉള്ളതിനാൽ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായി ആഹാരം തയ്യാറാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ ഒരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫുഡ് വെബ് ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ്സ് ഡിക്രീസ്? ഈ ഫുഡ് വെബിൽ നിന്ന് ഫ്രോഗ്സിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തന്നിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? If the number of frogs decreases, there will be an increase in the number of mosquitoes and grasshopper, which would lead to the significant damage to the ecosystem. നമുക്കറിയാം, ഇതിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മോസ്കിറ്റോയുടെയും ഗ്രാസ് ഹോപ്പറിൻ്റെയൊക്കെ എണ്ണം കൂടും. അത് എക്കോസിസ്റ്റത്തിനെ തന്നെ ബാധിക്കും, അല്ലേ? തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുകുകളുടെയും പുൽച്ചാടികളുടെയും എണ്ണത്തിൽ വർധനവുണ്ടാകും. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ നാശം ഉണ്ടാക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റേജസ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ദ അറ്റ്മോസ്ഫിയറിക് എയർ, ദ പ്ലാന്റ്, ഫോട്ടോസിന്തസിസ്, കാർബൺ ഡയോക്സൈഡ്, റെസ്പിറേഷൻ, ഓക്സിജൻ. ഈ ഒരു രീതിയിൽ തന്നിട്ടുണ്ട്. ഇതിൽ 2 വീതം തന്നിട്ടുണ്ട്. ബാക്കി നമ്മളടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. പിന്നെന്തോന്നാണ്? അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് യൂസിങ് ദ കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷവായുവിലെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് 2 നമുക്ക് തന്നിട്ടുള്ളതാണ്. അടുത്ത ഓക്സിജൻ ഈസ് യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ ബൈ ആൾ പ്ലാന്റ് സെൽസ്. ദിവസവും രാത്രിയും എല്ലാ സസ്യകോശങ്ങളും ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? ഇഫ് ദ ഗ്യാഷ്യസ് ടു റീച്ച് ആൾ ഇന്റേണൽ സെൽസ് ഓഫ് ദ ലീവ്സ്. വാതകങ്ങൾ ഇലയിലെ എല്ലാ ആന്തരിക കോശങ്ങളിലേക്കും എത്തുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. ഇത്രയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ലെറ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ്. ബാക്കി അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഏകദേശം ടെസ്റ്റിൽ നിന്നുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ചാപ്റ്റർ വൈസ് എടുത്തിട്ടുള്ളപ്പോഴത്തേക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇവിടെ ഫുഡ് ചെയിൻ 5 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്രാസ്, വോം, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഗ്രാസ്, വോം, കലോട്ട്, സ്നേക്ക്, ഈഗിൾ. ഗ്രാസ്, ഡീർ, ടൈഗർ. ഗ്രാസ്, റാബിറ്റ്, ഹ്യൂമൻ. ഇപ്പൊ പുല്ല്, പുഴു, തവള, പാമ്പ്, കഴുകൻ. പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന കഴുകൻ. ആ ഒരു മെത്തേഡിലാണ് പുല്ല്, മാൻ, കടുവ, പുല്ല്, മുയൽ, മനുഷ്യൻ. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക് ആരാണ്? ഗ്രാസ് ആണ്. ഒരു ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രാസിൽ നിന്നാണ്. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഓർഗാനിസം, അതിന്റെ ഫുഡ്.
ഏതൊക്കെ? ഷാർക്കിന്റെ ഫുഡാണ് തന്നിരിക്കുന്നത്. സ്ക്വേർഡ് ഫിഷസ്, സീ ടർട്ടിൽ, സാർഡൈൻ, സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, സീ ടർട്ടിൽ, പ്ലാന്റ് പാർട്സ് ഫിഷസ്, സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. അപ്പൊ സ്രാവിന്റെ എന്താണ്? കണവ, മീനുകൾ, കടലാമ, മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ ആണെങ്കിൽ സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. അതിന്റെ ഓരോന്നിന്റെ ആഹാരം. അടുത്ത എന്താണ് പ്ലാങ്ക്ടൈൻ എന്ന്? എന്താണ് പ്ലാങ്ക്ടൈൻ? പ്ലാങ്ക്ടൈൻ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്ററ്റ് സിസ്റ്റം ഓഫ് ദ ഓഷൻ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവർ. അത് നോക്കണേ. അടുത്ത വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാബിറ്ററ്റ് ഇഫ് ആൻ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് റീച്ചസ് ഇൻ ടു എ ലോക്കൽ പോണ്ട്. നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുൻഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? The African catfish is a fish found in the African continent. They grow and multiply very quickly. They are found as an inverse fish in some water bodies of Kerala. The African catfish feeds on native fish in the water bodies. The organisms that feed on the African catfish are not found in our water bodies. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പൊ എന്തോ സംഭവിക്കും? ഇത് പെരുകുകയും നമ്മുടെ ജലാശയങ്ങളിലുള്ള മീനുകൾ ഇല്ലാതാവുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെ? 5 ഞാൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ആഹാര ശൃംഖലയിൽ വരുന്നതാണ്, ഫുഡ് ചെയിനിൽ വരുന്നതാണ്. ഇപ്പൊ ഗ്രാസ്, വോം, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഇതൊരു ഫുഡ് ചെയിൻ ആണ് അല്ലേ? ഗ്രാസിനെ തിന്നുന്ന ഓമിനെ തിന്നുന്ന ഫ്രോഗിനെ തിന്നുന്ന സ്നേക്കിനെ തിന്നുന്ന ഈഗിൾ. ഈ 5 നമുക്ക് ഇതിൽ എഴുതാം. ഓക്കെ, ആഹാര ശൃംഖലയിൽ ഫുഡ് ചെയിനിൽ ഇത് ഉൾക്കൊള്ളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്ത്? Plants make food using carbon dioxide and water. For this, they use the energy from sunlight. So, this activity is called photosynthesis. Chlorophyll is a pigment in the leaves that helps plants to produce food. Oxygen is also produced as a result of this activity. എന്താണ്? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ ഡയോക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവയുടെ സാന്നിധ്യത്തിൽ ഇലകളിൽ വച്ച് നടത്തുന്ന ആഹാര നിർമ്മാണം ആണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി കളേഴ്സും പിഗ്മെന്റ്സും ആണ്. ഓരോ കളറിലും അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റ് ഏതൊക്കെയാണെന്ന്. റെഡിലാണെങ്കിൽ എന്തോന്നാണ്? ആന്തോസയാനിൻ. ഓറഞ്ചിലാണെങ്കിൽ കരാറ്റിൻ. യെല്ലോയിലാണെങ്കിൽ സാന്തോഫിൻ. ചുവപ്പിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ഓറഞ്ചില് കരാറ്റിൻ, മഞ്ഞയില് സാന്തോഫിൻ. ഓക്കെ, അടുത്തത്. വാട്ട് ഈസ് ടൊമാറ്റ? ദ microscopic pores in the leaves are known as stomata. It is though these pores atmospheric air enters the plant. Oxygen produced as a result of photosynthesis is also released through these pores. അപ്പോൾ സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ ആണ് സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നത്. ഈ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സ്റ്റൊമാറ്റോ വഴിയാണ്, ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത, വാട്ട് ഈസ് എപ്പിഫൈറ്റ്സ്? The small roots help the vanda to grow by clinging on to the tree. The thick root absorb moisture from the atmosphere. They depend on host plants only for habitat. Such plants are called epiphytes.
എക്സാമ്പിൾ എന്താ പറയുക, ഓർക്കിഡ് പറയാം, മാന്ത, ഇതൊക്കെ എപ്പിഫൈറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മരവാഴ, ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു മരവാഴയെ. കട്ടുകൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. ഇങ്ങനെ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം, ഓർക്കിഡും പറയാം, മരവാഴയും പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the benefit for loranthus with their special roots? Loranthus make its own food by absorbing water and minerals from the host plant. Therefore, plants like loranthus are called semi-parasites. അപ്പോൾ എന്തോന്നാണ്, വേരുകൾ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണം? എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു, സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണ പരാതങ്ങൾ എന്നാണ്. Cuscuta plants have roots that can absorb nutrients from the host plants. They are called total parasites. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ല താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് എന്തോന്ന് പറയുന്നത്? പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മൂടില്ല താളി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ടോട്ടൽ പാരസൈറ്റ്സ്, സെമി പാരസൈറ്റ്സ്, മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.